ഹായ് ഗായ്സ്, എല്ലാവർക്കും ഫാഫ്സ് ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈലിൻ്റെ ഗെയിം പ്ലേ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകണമെങ്കിൽ മുമ്പ് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾ നേരത്തെ ഇട്ട വീഡിയോ രാവിലെ ഇട്ട വീഡിയോ കണ്ടിട്ടുണ്ടാവും. കാണാത്തവർക്ക് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും പരമാവധി കാണാൻ ശ്രമിക്കുക. പിന്നെ 10K സബ്സ്ക്രൈബർ ആയിക്കഴിഞ്ഞാൽ ഞാനൊരു ഗിവ് അവേ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും കാണാൻ ശ്രമിക്കുക. എന്താണ് എന്താണ് നമ്മുടെ മച്ചൻ വേറെ ലെവലായിട്ടൊക്കെയാണ്. അപ്പോൾ നമുക്ക് എൻ്റെ ലെവൽ 3 ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ മൾട്ടിപ്ലെയർ കളിക്കണം. അല്ലെങ്കിൽ ബാറ്റിൽ റോയലിലേക്ക് എനിക്ക് പോകാമായിരുന്നു. ഇപ്പം ഞാൻ മൾട്ടിപ്ലെയർ കളിക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ സ്റ്റാർട്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ലെവൽ 5 എനിക്കിത് കളിച്ച് വലിയ പരിചയമില്ല. അപ്പം അതുകൊണ്ട് തന്നെ കളിയിൽ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും. ഇതാണ് സംഭവം, വേറെ ലെവല് സാധനമാണ്. നല്ല രസമാട്ടോ ഈ കളിക്കാൻ, നല്ല അടിപൊളി കളിയാണിത്. ബട്ട് എനിക്ക് വലിയ പരിചയമല്ല, അതാണ് എൻ്റെ പ്രശ്നം. ആന്മ കുറവാണല്ലോ, എന്ത് ചെയ്യും? ഓർഡറാ. വേണ്ട, തോക്ക് മതി. നല്ല രസമാണിത് കളിക്കാൻ. കളി പഠിച്ചതിന് നല്ല രസമാണ് കളിക്കാൻ. കളി പഠിക്കണം. ഓ ലാഗിങ്. എനിമി എവിടെ? എനിമി. ഇത് FPP മോഡിലാണ് കേട്ടോ കളിക്കാൻ ഇച്ചിരി പാട്. അല്ലെങ്കിൽ മറ്റവരാണെങ്കിൽ സുഖമായിട്ട് കളിക്കായിരുന്നു. ലാഗിങ് ഉണ്ട്, നല്ല ലാഗിങ് ഉണ്ട്. ലാഗിങ് ഭയങ്കര ലാഗിങ് ഉണ്ട് കേട്ടോ. എനിമീസ് എവിടെ? ഓ സിമ്പിളായിട്ട് മര കൊല്ലാം. കൊല്ലടാ. ഇവനെന്താണ് കാണി? ചത്ത്. അപ്പം നമുക്ക് കളി തുടരാം. ഇന്നലെ കളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല പാടായിരിക്കുന്നു. പക്ഷേ ഇന്ന് കളിച്ചപ്പോൾ നല്ല സിമ്പിളാണ്. നെറ്റ് ലാഗിങ്ങിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഇതിൽ, വലിയ കുഴപ്പമുണ്ടാവില്ല. കളി ജയിച്ചു തോന്നുന്നു. വിക്ടറി. ആരാ MVP നോക്കണം.
എന്താണ് ലാസ്റ്റ് കില്ല് ഇതാണ്. ഞാൻ MVP നോക്കാം. എന്താണ് അപ്പോൾ കാണുന്നവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കുക. ഇവരാണ് MVP. സെക്കൻഡ് ഞാൻ, തേർഡ് ജിമ്മ. ഓഹോ, ഒരു ഫോട്ടോ എടുത്ത് കളയാം. ഓക്കെ താങ്ക് യു. എന്താണ് സാധനം എനിക്ക് മനസ്സിലാവുള്ളല്ലോ. പ്ലേ ഗെയിം കളിക്കണം വേണ്ട പോടോ. ലെവൽ 7 എനിക്കൊന്നും അറിയാൻ പാടില്ലാത്തതുകൊണ്ട് എല്ലാം അങ്ങോട്ട് നെക്സ്റ്റ് അടിച്ച് വിടാം. ഇപ്പോഴും മൾട്ടിപ്ലെയർ തന്നെയാണല്ലോ. എന്താണ് സാധനം? ക്ലെയിം റിവാർഡ് കണ്ടിന്യൂ. ഈ ബാറ്റിൽ ഗ്രൗണ്ട് ഒന്നും തുറക്കാതെ ഓരോന്നൊക്കെ വെറുതെ എടുത്ത് നോക്കാം എന്താ സംഭവം എന്ന്. ഇനി സെറ്റിങ്സിൽ കസ്റ്റംസ് ലേഔട്ട് നമുക്ക് ഇതിൻ്റെ പൊസിഷൻ കണ്ടെടുത്ത് മാറ്റാം. ഇതിൻ്റെ സൈസ് വെച്ച് വലുതാക്കണം എങ്ങനെയാണാവോ? സൈസും വലുതാക്കി. അപ്പോൾ നമുക്ക് ഇതെന്താണ് അതവിടെ ഇരിക്കട്ടെ. റീലോഡിങ് ഇതൊക്കെ അല്ലാണ്ട് കൺഫേം അടിക്കാം. ബാക്ക് പോവാം, മൾട്ടിപ്ലെയർ എടുക്കാം. അപ്പോൾ നമുക്ക് വേറെ കളിയിലേക്ക് പോകാം. അപ്പോൾ എല്ലാവരും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് തന്നാലാണ് എനിക്ക് ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസുകൾ എനിക്ക് ഇടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ടും ചെയ്യുക. ഓരോരുത്തന്മാരെ ലെവൽ നോക്കിയേ. 12, 42, 36, 16. എൻ്റെ നോക്കിയേ 4. എൻ്റെ പൊന്നോ. ഓക്കെ അപ്പോൾ എന്താണ് നെറ്റ് ലാഗിങ് ഉള്ളതുകൊണ്ടാണ് മര്യാദ കളിക്കാൻ പറ്റാതെ. അല്ലെങ്കിൽ നല്ല അത്യാവശ്യം തരക്കേടില്ലാണ്ട് കളിക്കാറ്. മാര് നല്ല പ്ലെയർ എന്നെ കില്ല ചെയ്തത്. അതാണ് ഒരു കില്ലോയിൽ എടുക്കാൻ പറ്റുള്ളൂ. അമ്മമാർക്കൊക്കെ എന്താണാവോ. പുറകിന്നെങ്കിലും ഒരുത്തന്നെ കൊല്ലാം. കത്ത് ഉപയോഗിച്ചാണ് കൈസ് എന്നെ കൊന്നത്.
രക്ഷപ്പെട്ടു. ഒരു കില്ലെങ്കിലും കിട്ടിയില്ല. സെറ്റ്. ഇവന്മാർ നല്ല പ്ലെയേഴ്സാട്ടോ. എനിക്കൊന്നും കളിച്ച് ഇവന്മാരുടെ കൂടെ നിൽക്കാൻ പറ്റില്ല. അമ്മാതിരി പ്ലെയേഴ്സ്. ഈ നെറ്റ് ലാഗിങ്ങും ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ സെറ്റ്. ഓ മറ്റേ സാധനം പുല്ല്. സെറ്റ് സാധനം കേട്ടോ. നെറ്റ് ലാഗിങ് ഇല്ലായിരുന്നെങ്കിൽ നന്നായിട്ട് കളിക്കായിരുന്നു. കൊല്ല്. അതെന്താണ്? ഓ അങ്ങനെ. $15 points to win. നല്ല നെറ്റ് ലാഗിങ് ഉണ്ട്, അതാണ് പ്രശ്നം. മാത്രമല്ല ഇവൻ പ്രോ പ്ലെയറാണെന്ന് തോന്നണം. ഇവൻ നമ്മുടെ ടീമാണല്ലേ. കളി തോറ്റ് 13. കുഴപ്പമില്ല, നല്ല കളിയായിരുന്നു കേട്ടോ. നല്ല നല്ല അടിപൊളി കളിയായിരുന്നു. എനിക്കങ്ങാണ്ട് 3 ഇല്ല 2 ഇല്ല എടുത്തിട്ടുള്ളൂ. ബാറ്റിൽ ഗ്രൗണ്ട് തുടങ്ങട്ടെ. ഇതിനേക്കാൾ അടിപൊളിയാണ് ബാറ്റിൽ ഗ്രൗണ്ട്. ഡിഫീറ്റ് കുഴപ്പമില്ല. ഇത് ഇവൻ്റെയൊക്കെ ഡ്രസ്സ് നോക്കി, നല്ല ഡ്രസ്സല്ലേ. പോടെ. ഓക്കെ താങ്ക് യു. ഓക്കെ താങ്ക് യു. ഇതൊക്കെ കിട്ടിയിട്ട് എന്താ ചെയ്യണ്ടേന്ന് എനിക്കറിയാമുള്ളത്. എന്താണ് ഇവരുടെ ഇങ്ങനെയൊക്കെ കാണിക്കണേ? തോന്നുന്നതൊക്കെ എക്സിറ്റ് അടിക്കാം, മാറാം. ബാക്ക് അടിയാം. എന്നിട്ട് ഇതൊക്കെ എന്താണെന്ന് നോക്കട്ടെ ഗൈസ്. ഈ ബാറ്റിലാണ് സീസൺ ഫ്യൂച്ചേഴ്സ്, സീസണൽ $1.6. ഇത് ഏതൊക്കെയാണ്? ഇതാ സ്കാറിൽ പോലെ ഇരിക്കുന്നുണ്ട്. ഇത് AK ഡെയിലി. ഓക്കെ താങ്ക് യു. ഇനി മറ്റേ കിട്ടിയ തോക്കട എവിടെ ആയിരിക്കും ഉള്ളത്? അതൊന്നും ആർക്കൊന്ന് കാണിച്ചു തന്നിരുന്നെങ്കിൽ നല്ല ഉപകാരമായേനെ.
ഇനി എന്തായാലും ഇനി എന്താ ചെയ്യുക, ഇനി ഒരു കളിയും കൂടിയും കളിക്കാം, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ് എല്ലാവരും ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സബ്സ്ക്രൈബർ ഫാമിലി മെമ്പർ ആക്കണം കേട്ടോ. ഇതും നേരത്തെ പോലെ തന്നെ. ഇതിൽ തുടക്കത്തിൽ തന്നെ നമ്മളിവിടെ കളിക്കുന്നത് നല്ല പ്ലെയേഴ്സാണ്. പക്ഷേ പബ്ജിയിൽ അങ്ങനെയല്ല. പബ്ജിയിൽ നമ്മുടെ ഇവിടെ കളിക്കുന്നത് ഈ നോബുകളൊക്കെ കളിക്കുക ഫസ്റ്റ് കളിക്കുമ്പോൾ. ഓക്കെ ഓക്കെ. ഓ ഓ ഓ ഓ ഓ ഓ റീലോഡിങ്. ഓ നെറ്റ് ലാഗിങ്. നല്ലൊരു നെറ്റ് വാങ്ങണം. ഓ ഓ ഓ ഓ ഷേ മൈനർ അസിസ്റ്റ്. ഓ വല്ല 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 ഓ കൊല്ലു 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 കൊല്ലു. ഈ റീലോഡിങ്. ഷേ മൈനർ അസിസ്റ്റ് ചത്ത്. ഓ തൊട്ടടുത്ത് നിന്നാ കൊന്ന. എനിമീസ്. ഓ ഇവിടെ ഉണ്ട്. ഓ അടുത്ത എനിമി എനിമി കൊല്ല് 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 കൊല്ല്. ഓ സെറ്റ് നോക്കാണല്ലോ. അയ്യോ അത് ഓ ഓ ഓ ഓ നല്ല ഗെയിമാണ് ഇത്. നല്ല രസമാണ് കളിക്കാൻ. എനിമി നെറ്റ് ലാഗിങ്ങിൻ്റെ എന്താണ്? ആ നല്ല. ഞാൻ ഇപ്പോൾ വിക്ടർ അടിച്ച് ഗൈസ്. ഇനിയിപ്പോൾ ആരാ ഇതിൽ MVP എന്നൊക്കെ നോക്കാം.
ലാസ്റ്റത്തെ കില്ല് ഇതാണ്. അടിപൊളി. അപ്പോൾ നമുക്ക് ലോബി എടുത്തിട്ട് നമുക്ക് ആരാണാവോ? ഞാൻ 3-ാം സ്ഥാനം. കുഴപ്പമില്ല. ജസ്റ്റ് ഇതെന്താണിത് ഇങ്ങനെ? ഇനി ഒരു ലെവലും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാറ്റിൽ റോയലിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഒരു കളിയും കൂടിയും കളിക്കാം. അപ്പോൾ നമുക്ക് നേരെ കളിയിലേക്ക് പോവാം. ഇതേ ലെവൽ 150 ലെവലുള്ള ഒരുത്തൻ എൻ്റെ അടുത്ത്. എൻ്റെ പൊന്നെ, ഇതേ ലെവൽ 150. ഞാൻ വെറും ലെവൽ 6 ഓരോരുത്തന്മാരൊക്കെ സെറ്റ് നോക്കണമെന്നുള്ള. ഇതേ M1 ഓരോരുത്തർക്കും കിടിലം തോക്കളാ. കളി തുടരാം. ഇതുമാരെ പ്രോ ടീമുകളാണ്. ഇവിടെ നിന്ന് സ്കോപ്പ് ചെയ്ത് ഒരുത്തരം അടിക്കാൻ പറ്റുമോ നോക്കാം. ഒരു കില്ല് കിട്ടി. സ്കോപ്പ് ചെയ്ത് വെച്ച് നമുക്ക് ഇനി അടിക്കാൻ പറ്റുമോ നോക്കാം. ഇനി ആരാ? ഇനി ഒരുത്തന്മാരായിട്ട് വരട്ടെ. ഇനി നമുക്ക് കൊല്ല്. ആൻമോ തീരുന്ന വരെ നമുക്ക് ഇവിടെ നിന്ന് അടിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അതന്നെ. ഇതിൽ റീലോഡിങ് എന്ന് പറയണതൊക്കെ നല്ല രസമാട്ടോ. റീലോഡിങ് ആൻമ കുറവാണ്. ഇനി ആൻമ പറക്കാൻ പോകണം. അറിയാണ്ടായി പോണം. എവിടുന്ന് അടിയിട്ടുണ്ട്. എനിമീസിനൊക്കെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് പുറകിൽ നിന്ന് അടി. ഇവിടെ നിന്ന് തന്നെ നമ്മുടെ എക്സാക്ട് ലൊക്കേഷനിൽ നിന്ന് തന്നെ കൊല്ലാം.
നോക്കാം നമുക്ക് ഇവിടെ വല്ലത് കിട്ടുമോ. അല്ലെങ്കിൽ നമുക്ക് ഞാൻ ചത്ത് കൈസ്. ഇവിടെ ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിക്കായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഇത് വന്ന്. എന്താണ് വരല്ലേ വരല്ലേ. എന്താണ് ശബ്ദം? ഓ ഓ ഓ ഓ Oh shit, 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 shit. ഓ അവൻ എന്നെ കൊന്ന് കത്തി കൊണ്ട് വരഞ്ഞ്. വിക്ടറി. എന്നാലും നല്ല നല്ല ടീംസായിരുന്നു ഞങ്ങളുടെ, അതുകൊണ്ടായിരിക്കും ഞാൻ ജയിച്ചത്. ഓ ഫൈനൽ അറ്റാക്ക്. ഇനിയിപ്പോൾ 7 ഉണ്ടാവും, ലെവല് 7 ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. 7 നമുക്ക് ബാറ്റിൽ റോയലിലേക്ക് പോവാം. ഞാൻ സെക്കൻഡ് പൊസിഷൻ. ഒന്നും വേണ്ടേ. 7 പക്ഷേ ഇതെന്തോന്നൊക്കെ ആവണ്ട കേട്ടോ. 7 ഉണ്ടാവോ? എനിക്കൊന്നും അറിയാൻ പാടില്ലേ. ടയർ നോവൽ. ഉണ്ടാവോ? ആറ് ലെവലായിട്ടുള്ളൂ. അപ്പം ഇനി 7 ആവാൻ ഒരു ഇത്തിരി കൂടി മതി. അപ്പം നമുക്കിനി ഇന്ന് ഇത്ര വീഡിയോ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. അപ്പം ഞാൻ പിന്നെയും പറയാനുള്ളത്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നോക്കുക. പിന്നെ ഗീവ് അവേ 10K സബ്സ്ക്രൈബർ ആയാൽ ഞങ്ങളൊരു ഗീവ് അവേ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് എല്ലാവരും പങ്കെടുക്കുക. ഏറ്റവും കൂടുതൽ നല്ലോണം സബ്സ്ക്രൈബ് ചെയ്യുക. നാളത്തെ ഒരു വീഡിയോ ആയിട്ട് നാളെ ആവാം. നാളെ 2 വീഡിയോ ഉണ്ട്, മറക്കാതെ എല്ലാവരും കാണാം. 11 മണിക്ക് ഒരു വീഡിയോയും 5 മണിക്ക് വേറൊരു വീഡിയോയും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ പരമാവധി എല്ലാവരും കാണാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. ബൈ ബൈ വേണ്ട.